ഒരാൾക്കൊരു പക്ഷാഘാതം വന്നു, അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്നു, അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ അയാൾ തിരിച്ച് അയാളുടെ ജോലിയിലേക്ക് പോകാനായിട്ട് അയാൾക്ക് അഡാപ്റ്റേഷൻ കൊടുത്തുകൊണ്ട് പഴയ ഓക്യുപ്പേഷനിലേക്ക് കൊണ്ടുപോകാനാണ് ഓക്യുപ്പേഷൻ തെറാപ്പിസ്റ്റ് സഹായിക്കും. മുതിർന്നവർ, കുട്ടികളിലാണെങ്കിൽ ഓട്ടിസം അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഡിലേ, സെർബൽ പാലസി, അങ്ങനെ പല കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഡേ ടു ഡേ സ്കിൽസ് അല്ലെങ്കിൽ അവരുടെ ഹാൻഡ് ഫംഗ്ഷൻ, അവരുടെ സോഷ്യലൈസേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓക്യുപ്പേഷൻ തെറാപ്പിസ്റ്റ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഡിസബിലിറ്റിയുടെ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ഓക്യുപ്പേഷൻ തെറാപ്പിസ്റ്റിൻ്റെ എണ്ണം വളരെ കുറവാണ്. നമുക്ക് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, അങ്ങനെ 2-3 മെഡിക്കൽ കോളേജിൽ മാത്രമേ ഉള്ളൂ ഓക്യുപ്പേഷൻ തെറാപ്പിസ്റ്റിന് സേവനം ലഭിക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ സോഷ്യൽ ജസ്റ്റിസിൻ്റെ കുറേ പ്രോജക്റ്റുകൾ ഓക്യുപ്പേഷൻ തെറാപ്പിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് അസോസിയേഷന്റെ 61ാമത് ദേശീയ സമ്മേളനത്തിന് കൊച്ചി ആതിഥേയത്വം വഹിക്കും. ജനുവരി 19 മുതൽ 21 വരെ കലൂരിലെ ഗോകുലം പാർക്ക് ഹോട്ടലിൽ നടക്കുന്ന പരിപാടി കേരള ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് അസോസിയേഷനാണ് സംഘടിപ്പിക്കുക. ഒക്യുപ്പേഷണൽ തെറാപ്പിയിലൂടെ മായാജാലം സൃഷ്ടിക്കാമെന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഈ മേഖലയിലെ നൂതനമായ സാങ്കേതിക വിദ്യകളും രീതികളും പ്രശ്നപരിഹാര മാർഗങ്ങളും സമ്മേളനത്തിൽ ചർച്ചയാകും. ഗവേഷകർക്കും ഒക്യുപ്പേഷണൽ തെറാപ്പി ചെയ്യുന്നവർക്കും അവരുടെ അറിവും അനുഭവങ്ങളും നേരിട്ട് പങ്കുവെക്കാനുള്ള ഒരു വേദി കൂടിയാക്കി മാറ്റും. ഇരിഞ്ഞാലക്കുടയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷന്റെയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിന്റെയും ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് സൗജന്യ ഭിന്നശേഷി നിർണയവും രക്ഷിതാക്കൾക്ക് പരിശീലനവും നൽകുന്ന ചിറക് പദ്ധതിയും ഇതിനോടനുബന്ധിച്ച് നടക്കും. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചാ നിരക്ക് സൗജന്യമായി പരിശോധിക്കാൻ അവസരവും ഉണ്ടാകും. മാതാപിതാക്കൾക്കും അധ്യാപകർക്കും പ്രത്യേക ക്ലാസുകളും നടത്തും. കുട്ടികളുടെ വൈകാരിക സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിയാനും മനസ്സിലാക്കാനും പ്രയാസപ്പെടുന്നവർക്ക് ഈ സെഷൻ പ്രയോജനപ്പെടുകയും ചെയ്യും. ഒപ്പം സംശയങ്ങൾക്ക് വിദഗ്ധരിൽ നിന്ന് മറുപടിയും ലഭ്യമാകുമെന്നും സംഘാടകർ അറിയിച്ചു. സമ്മേളനത്തിന്റെ സംഘാടക സെക്രട്ടറി ഡോക്ടർ ജോസഫ് സണ്ണി, കേരള ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ മേരി ഫിലിപ്പ്, സെക്രട്ടറി ഡോക്ടർ അനു ജോൺ എന്നിവർ പ്രസ് ക്ലബ്ബിൽ മാധ്യമങ്ങളോട് സംസാരിച്ചു. സിറ്റി വോയ്സ്, കൊച്ചി.